ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഡെയിലി ലൈഫിൽ സ്ഥിരമായിട്ട് കേൾക്കുന്ന കുറച്ച് വാക്കുകളാണ് സ്ട്രെസ്സ്, ഉത്കണ്ഠ, ആൻസൈറ്റി ഡിസോർഡർ എന്നൊക്കെ. ഇതൊക്കെ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അല്ലെങ്കിൽ ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് തന്നെ കാരണവും സമയവുമാണ്. അതായത് ആൻസൈറ്റി, സ്ട്രെസ്സ് അല്ലെങ്കിൽ ഉത്കണ്ഠ, ഇത് മൂന്നും ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ നമുക്കുണ്ടാകുന്ന പിരിമുറുക്കത്തിനെ പറയുന്ന പേരാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു എക്സാം എഴുതാൻ പോകുന്നു, അതല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഉണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും അസുഖം ബാധിച്ച് കിടക്കുകയാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന ആ ഒരു മാനസിക അവസ്ഥയെയാണ് നമ്മൾ ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ് എന്നൊക്കെ പറയുന്നത്. ഇത് ആ സാഹചര്യം കടന്നു പോയി കഴിയുമ്പോൾ നമ്മൾ റിലീവ് ആവുകയും ചെയ്യും. പിന്നീട് നമുക്ക് നോർമലായിട്ടുള്ള ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കും. എന്നാൽ ആൻസൈറ്റി ഡിസോർഡർ ആയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, വളരെ നോർമലായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ പോലും മനസ്സിന് വല്ലാത്ത പിരിമുറുക്കം ഉണ്ടാവും. ചെറിയത് ഇപ്പോൾ സ്കൂളിൽ പോവുക, അതല്ലെങ്കിൽ ഓഫീസിൽ പോവുക, അതല്ലെങ്കിൽ ഏതെങ്കിലും കല്യാണത്തിന് പോവുക, അങ്ങനെ നമ്മൾ നോർമൽ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് പോലും നമുക്ക് ടെൻഷൻ അതല്ലെങ്കിൽ പിരിമുറുക്കം അനുഭവപ്പെടും. ഇത് വർഷങ്ങളോളം നീണ്ടു നിൽക്കും. നമുക്ക് ടെൻഷൻ ഇല്ലാത്ത ഒരു ദിവസം ലൈഫിൽ കാണത്തില്ല. അതാണ് ആൻസൈറ്റി ഡിസോർഡർ അതല്ലെങ്കിൽ ഉത്കണ്ഠ രോഗം എന്ന് പറയുന്ന അവസ്ഥ. രണ്ടാമതായിട്ട് ദൈനംദിന ജീവിതത്തിൽ നമുക്കിതിനെ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ വെച്ച് നമുക്കിതിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ സ്ട്രെസ് അല്ലെങ്കിൽ ആൻസൈറ്റി ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഡെയിലി ലൈഫിനെ അത് കാര്യമായിട്ടൊന്നും ബാധിക്കത്തില്ല. ചെറിയ രീതിയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അങ്ങ് മാറിക്കോളും. പക്ഷേ ആൻസൈറ്റി ഡിസോർഡർ ഉള്ള ഒരാൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പോലും അവർക്ക് വല്ലാതെ എഫേർട്ട് എടുക്കേണ്ടി വരും. വേറെ ആരുടെങ്കിലും സപ്പോർട്ട് വേണം, അതല്ലെങ്കിൽ ഇത് പിന്നത്തേക്ക് മാറ്റി വെക്കുക, വീണ്ടും വീണ്ടും അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക, രാത്രിയിൽ ഉറക്കമില്ലാതെ വരിക, അങ്ങനെയുള്ള പല ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കരിയർ, റിലേഷൻഷിപ്പ്, ഉറക്കം, എല്ലാ മേഖലയെയും ഈ പിരിമുറുക്കം ബാധിക്കാൻ തുടങ്ങും. അതാണ് ആൻസൈറ്റി ഡിസോർഡറിന്റെ പ്രത്യേകത. മൂന്നാമതായിട്ട് ഇതിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഫിസിക്കൽ സിംറ്റംസ് അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ. സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ തലവേദന, അതല്ലെങ്കിൽ വയറിന് സുഖമില്ലാതെ വരിക, അതൊക്കെ വളരെ ചെറിയ രീതിയിൽ തന്നെ, അത് ഇന്ന് വന്നു നാളെ മാറും, അങ്ങനെയുള്ളൂ. പക്ഷേ ആൻസൈറ്റി ഡിസോർഡർ ഉള്ള ഒരാൾക്ക് സ്ഥിരമായിട്ട് ഫിസിക്കൽ സിംറ്റംസ് ഉണ്ടാവും. ഉദാഹരണത്തിന് കൈ വിറയ്ക്കുക, സ്ഥിരമായിട്ട് എപ്പോഴും വേർത്തുകൊണ്ടിരിക്കുക, അതല്ലെങ്കിൽ വയറിന് എപ്പോഴും ബുദ്ധിമുട്ടുകൾ വരിക, എന്നും തലവേദനയാണ്, എന്നും ഒരേ സമയത്ത് തലവേദന എടുക്കുന്നു, നെഞ്ചിടിപ്പ് കൂടുന്നു, അങ്ങനെയുള്ള ഒരുപാട് ഫിസിക്കൽ സിംറ്റംസ് ആൻസൈറ്റി ഡിസോർഡറിൻ്റെ കൂടെ കാണും. നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസൈറ്റി ഡിസോർഡർ ഒരു മാനസിക രോഗമാണ്. തീർച്ചയായും ചികിത്സിക്കേണ്ട ഒരവസ്ഥയാണ്. അതല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിലെ പല മേഖലകളെയും അത് ബാധിക്കും. നമുക്ക് ഈവൻ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് പോലും ആൻസൈറ്റി ഡിസോർഡർ ഉണ്ടെങ്കിൽ അവർ വിചാരിക്കുന്ന രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് തീർച്ചയായും ട്രീറ്റ്മെൻറ്റ് വേണ്ടതാണ്. അതല്ല സ്ട്രെസ് അതല്ലെങ്കിൽ ആൻസൈറ്റി ആണെന്നുണ്ടെങ്കിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് റെസ്റ്റ് എടുക്കുക, നല്ലതുപോലെ ഉറങ്ങുക, നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും അത് തനിയെ മാറിക്കൊള്ളും. Okay, take care. Thank you.